മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ പ്രഖ്യാപനം നടപ്പിലാക്കാൻ ഉമ്മൻചാണ്ടി MLA എത്തിയതോടെ അമൽ കൃഷ്ണയ്ക്ക് ഇനി കയറിക്കിടക്കാൻ വീടൊരുങ്ങും. ചുവപ്പ് നാടയിൽ കുരുങ്ങി 3 ലക്ഷം രൂപ ധനസഹായം നൽകാനുള്ള ഉത്തരവ് നടപ്പിലാവാതെ വന്നതോടെയാണ് സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഉമ്മൻചാണ്ടി തന്നെ പണം സ്വരൂപിച്ച് 3ാം ക്ലാസ്സുകാരന് കൈമാറിയത്. ഉമ്മൻചാണ്ടി എന്ന സഹപാഠിയുടെ നീട്ടിയുള്ള വിളിയാണ് കോഴിക്കോട് നടക്കാവ് സ്കൂളിലെ അമൽ കൃഷ്ണയുടെ ജീവിതത്തിന്റെ പുതിയ താളം. കയറിക്കിടക്കാൻ വീടില്ലാത്ത തങ്ങളുടെ സഹപാഠി അമൽ കൃഷ്ണയെ സഹായിക്കുമോ എന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോട് നടക്കാവ് LP സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥിയുടെ ചോദ്യം. അമൽ തന്നെ ഓർക്കുന്നു ആ ദിനത്തെ. അന്ന് എൻ്റെ ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഉമ്മൻചാണ്ടിയെന്ന് വിളിച്ചിട്ട് എനിക്ക് വീട് കിട്ടി. ഉമ്മൻചാണ്ടി ആവട്ടെ അപ്പോൾ തന്നെ 3 ലക്ഷം രൂപ നൽകാനും ഉത്തരവിട്ടു. പക്ഷെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ ഒന്നും നടന്നില്ല. ഈ സാഹചര്യത്തിലായിരുന്നു 2 വ്യവസായ പ്രമുഖരിൽ നിന്നും പണം സ്വരൂപിച്ച് അമലിന്റെ കുടുംബത്തോടുള്ള വാഗ്ദാനം പാലിക്കാൻ ഉമ്മൻചാണ്ടി MLA എത്തിയത്. അന്ന് ഞാൻ ഓർഡർ ഇട്ടെങ്കിലും ആ ഓർഡർ ഇതുവരെ പിന്നെ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ടായില്ല. ഇനിയിപ്പോൾ ഗവൺമെൻറ്റൊക്കെ മാറി ഇനിയിപ്പോൾ എന്താകുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ആ 3 ലക്ഷത്തിൻ്റെ ഞാൻ ആ വാക്ക് പാലിക്കാനും അതിൻ്റെ കമ്മിറ്റിക്കാരെ ഏൽപ്പിക്കാനും വേണ്ടിയാണ് ഇന്ന് തീരുമാനിച്ചത്. രോഗബാധിതയാണ് അമലിന്റെ അമ്മ എന്നതിനാൽ പിതാവിനും പണിക്ക് പോകാൻ കഴിയുന്ന സാഹചര്യമില്ല. സിംഗിൾ വാൾവ് റീപ്ലേസ് ചെയ്തു. ഒരു സൈഡ് തളർന്നിട്ടുണ്ട്. പിന്നെ മെമ്മറി ഇല്ല. ഒരു ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഉമ്മൻചാണ്ടി കൈമാറിയ പണത്തിന് പുറമെ സ്കൂൾ അധികൃതർ സമാഹരിച്ച 9.5 ലക്ഷം രൂപയും ചേർത്ത് ഓണത്തിന് മുന്നേ വീട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് പദ്ധതി. റിപ്പോർട്ടർ, കോഴിക്കോട്.